നമസ്കാരം. ഇന്നത്തെ പത്രത്തിൽ നിന്ന് ശേഖരിച്ച വാർത്തകളുടെ കൂട്ടായ്മയായ വാർത്തകളുടെ അറിവ് എന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഹമ്മദാബാദിൽ നടന്ന IPL 2020 ഫൈനലിൽ പഞ്ചാബ് കിങ്സിനെ തോൽപ്പിച്ച് ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സ് IPL കിരീടം നേടി. റിസർവ് ബാങ്കിൻ്റെ 90 വർഷത്തെ ചരിത്രം വിവരിക്കുന്ന വെബ് സീരീസായ RBI അൺലോക്ക്ഡ് ബിയോണ്ട് ദ റുപ്പി എന്ന വെബ് സീരീസ് ജിയോ ഹോട്ട്സ്റ്റാറിൽ ലോഞ്ച് ചെയ്തു. 5 ഭാഗങ്ങളാണ് ഈ സീരീസിനുള്ളത്. വന്ദേ ഭാരത് ട്രെയിനുകളുടെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി മാത്രമുള്ള ആദ്യ ഡിപ്പോ രാജസ്ഥാനിലെ ഭഗത് കി കോട്ടിയിൽ നിർമ്മിക്കുന്നു. ഈ വർഷം അവസാനത്തോടെയാവും ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങുക. ശുഭാംശു ശുക്ലയുടെ സ്പേസ് യാത്ര 10-ാം തീയതിയിലേക്ക് മാറ്റി. 4 പതിറ്റാണ്ടിന് ശേഷം ഇന്ത്യൻ പൗരനെ ബഹിരാകാശത്തെത്തിക്കുന്ന ആക്സിയം 4 എന്ന ദൗത്യമാണ് മാറ്റിയത്. സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ 9 റോക്കറ്റിലാണ് ദൗത്യം. ഡ്രാഗൺ പേടകത്തിലാണ് യാത്രികർ ഇരിക്കുന്നത്. യാത്ര പൂർത്തിയാകുമ്പോൾ രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന ഇന്ത്യക്കാരനാകും ശുഭാംശു. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ ആദ്യമെത്തുന്ന ഇന്ത്യക്കാരനുമാകും അദ്ദേഹം. റോക്കറ്റിൻ്റെ ശേഷി കൂട്ടുന്ന സെമി ക്രയോജനിക് എഞ്ചിൻ്റെ പവർ ഹെഡ് ടെസ്റ്റ് ആർട്ടിക്കിളിൻ്റെ PHTA 3-ാം ഹോട്ട് ടെസ്റ്റ് മഹേന്ദ്രഗിരിയിലെ ISRO പ്രൊപ്പൽഷൻ കോംപ്ലക്സിൽ വിജയിച്ചു. 2027 ഇന്ത്യയിലെ ഏറ്റവും കരുത്തേറിയ LVM-3 റോക്കറ്റിലാണ് ഈ എഞ്ചിൻ ആദ്യം ഉപയോഗിക്കുക. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ആർച്ച് ബ്രിഡ്ജായ ജമ്മു കാശ്മീരിലെ ചെനാബ് പാലം പ്രധാനമന്ത്രി 6-ാം തീയതി ഉദ്ഘാടനം ചെയ്യും. കശ്മീരിനെ റെയിൽ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാലമാണ് ഇത്. 2017 നവംബറിലാണ് ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. UN പൊതുസഭയുടെ അധ്യക്ഷയായി ജർമ്മനിയിലെ മുൻ വിദേശകാര്യമന്ത്രി അന്നലീന ബെയർബോക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ലോക പാരാ അത്ലറ്റിക്സ് ഗ്രാൻഡ് പ്രിയിൽ മലയാളി മുഹമ്മദ് ബാസിലിന് സ്വർണം. പാരീസിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ കൈക്ക് പരിമിതിയുള്ളവരുടെ വിഭാഗത്തിൽ 100 മീറ്ററിലാണ് 11.06 സെക്കൻഡിൽ ബാസിൽ ജേതാവായത്. ഇനി ഇന്നത്തെ പത്രത്തിൽ ഉണ്ടായിരുന്ന 1-2 പ്രധാന വ്യക്തികളെ നമുക്ക് പരിചയപ്പെടാം. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്, സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് BR ഗവായ്, സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൗഹാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.